കാര്യമൊന്നുമില്ല, കാര്യം നിസ്സാരം തന്നെ. നമ്മൾ കുറച്ച് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ വണ്ടിയുടെ സൈഡിൽ ഇതാ കണ്ട അപ്പൂപ്പൻ്റെ കാറ് കൊണ്ടുവന്നിങ്ങനെ ഒരസിട്ട് അങ്ങോട്ട് പോയി. അപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്യാനുള്ള പൈസ പിടിച്ച് വാങ്ങിച്ചതാട്ടോ, ഒന്നുമില്ല. അതൊക്കെ അവിടെ വിടട്ടെ, അതൊക്കെ വേറെ കാര്യം. ഇന്നലെ നമ്മുടെ അഷ്ടമംഗലം അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു വലിയ ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു, എന്താ പറയുക, നാഗർകോവിൽ മിലി. അപ്പോൾ അവരുടെ കൂടെ നമുക്ക് പ്രോഗ്രാം ചെയ്യാനൊരവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് ആൻവിക്കിൻ്റെ അച്ഛൻ അജിത്ത് ചേട്ടൻ. ആദ്യം തന്നെ പുള്ളിക്ക് നമുക്ക് വലിയൊരു താങ്ക്സ് പറയാം. കാരണം ഇക്കൊല്ലം നമ്മളൊന്നും പ്രോഗ്രാമൊന്നും ചെയ്യാതെ ഇരുന്നതാണ്, പിള്ളേർക്ക് എക്സാം അത് ഇത് കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടാന്ന് വെക്കാൻ തോന്നിയില്ല. അതിൽ തന്നെ എനിക്ക് കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. അതെപ്പോഴും അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കുമ്പം എനിക്കെന്നല്ല എല്ലാവർക്കും പിന്നിൽ കുറേ എന്താ പറയുക നെഗറ്റീവ്സ് സംഭവിക്കാറുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അടിച്ച ടെൻഷൻ നമുക്കേ അറിയത്തുള്ളൂ. എൻ്റെ കൂടെ അതേ ഇതിൽ ടെൻഷൻ അടിക്കാൻ പാവം എൻ്റെ കുട്ടി ആര്യ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. പക്ഷേ എനിവേ പ്രോഗ്രാം എല്ലാം അടിപൊളിയായിട്ട് നടന്നു. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ലാസ്റ്റ് മൊത്തത്തിൽ ഓട്ടമായി. പക്ഷേ ഫൈനലി അടിപൊളിയായിട്ട് പ്രോഗ്രാമൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഡാൻസൊക്കെ അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ലാസ്റ്റ് ഇവരുടെ കുറേ കലാപരിപാടികൾ കുറച്ച് പ്രോഗ്രാം ചെയ്തിട്ട് ഇടയ്ക്ക് കയറി വന്നതാണ് അമൃത അതുല്യം. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഹെൽത്ത് കുറച്ച് ഇതായിരുന്നു. പക്ഷേ നിങ്ങൾ ഈ കണ്ടു കഴിഞ്ഞാൽ പറയുമോ, ഒരാൾക്ക് ശ്വാസം മുട്ടലോ ഒരാൾ ഛർദ്ദിച്ചിട്ടോ ആയി കിടന്ന് കളിക്കുന്നതെന്ന്. പിന്നെ 2 ദിവസത്തേക്ക് എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് കാർത്തി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യാൻ കൊല്ലത്തുനിന്ന് അച്ചൂസും കാർത്തിയും വന്നിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ലാസ്റ്റ് വരെ ടെൻഷൻ അടിച്ചിട്ട് ഇതായില്ല. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരൻസ് എത്ര ലേറ്റായിട്ടും എൻ്റെ കൂടെ അവരെല്ലാത്തിനും നിന്ന് സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് അവർ ഉറക്കം വരാറായപ്പോഴേക്കും അവരെ പെട്ടെന്ന് കളിപ്പിച്ചിട്ട് ഞാൻ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടു. ബാക്കി സീനിയേഴ്സ് ബാച്ചിൻ്റെ ഒരു ഡാൻസും കൂടി കഴിഞ്ഞിട്ട് ഇവരുടെ ഈ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് നമുക്ക് അഷ്ടമംഗലം അമ്പലത്തിൻ്റെ ഭാരവാഹികൾ, അഷ്ടമംഗലം കരക്കാർ നമുക്ക് വലിയൊരു മൊമെൻ്റൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനും താങ്ക്സ് പറയേണ്ടത് അൻവിക്കിനും അൻവിക്കിൻ്റെ അച്ഛനുമാണ്. അജിത്തേട്ടനുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടിയത് പോലും. ഈ പ്രോഗ്രാമിന് എല്ലാത്തിനും കൂടെ എൻ്റെ കൂടെ എല്ലാത്തിനും ആര്യയും ലിമിചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഓടാനായിട്ടും എന്ത് കാര്യത്തിലായാലും അച്ചൂസിനെയും കാർത്തിയെ വിളിക്കാനുള്ള ഐഡിയ പറഞ്ഞതും എല്ലാം. ഈ ഒരു മോൾ എവിടുന്ന് വന്നതെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ക്ലാസ്സിലേക്കുള്ള ക്യാൻവാസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ടയേർഡായി. പിന്നെ നേരെ വീട്ടിൽ വന്ന് ഞാൻ പെട്ടെന്ന് അരിയും പയറും കൂടിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്നൊരു ഷട്ടപിടയുന്ന ഒരു കഞ്ഞിയൊക്കെ ഉണ്ടാക്കി അച്ചാറൊക്കെ വെച്ച് ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇനി ഞങ്ങളൊക്കെ ഉറങ്ങാൻ പോകട്ടെ. ഞാൻ അടുത്ത ഷോർട്സായിട്ട് വരാം. അപ്പോൾ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക്. അപ്പോൾ ടാറ്റ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.